എ ഡി സിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാലാമത്തെ മൊഡ്യൂളാണ്. ഓപ്പറേഷണൽ ആംപ്ലിഫയറുകളെ കുറിച്ചും അതിൻ്റെ ചില ആപ്ലിക്കേഷൻസിനെ കുറിച്ചുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മൂന്നാമത്തെ മൊഡ്യൂളിൽ 555 IC ഉപയോഗിച്ചിട്ടുള്ള മൾട്ടിവൈബ്രേറ്ററുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ രണ്ട് കമ്പോണൻസ് ഉണ്ടായിരുന്നു, ഫ്ലിപ്പ് ഫ്ലോപ്പ് അതുപോലെ കമ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ട്രയാങ്കിൾ ഷേപ്പിലുള്ള രണ്ട് സർക്യൂട്ട് കമ്പോണൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ കമ്പറേറ്ററിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഓപ്പാമ്പ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പാമ്പിനെ കുറിച്ച് പഠിക്കാത്തതുകൊണ്ട് ആ സമയത്ത് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചില്ല. അപ്പോൾ അത്തരത്തിൽ ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. സാധാരണ ആംപ്ലിഫയർ പോലെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതിനെ കൂടാതെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അനലോഗ് സർക്യൂട്ടിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു ഡിവൈസാണ് ഓപ്പാമ്പ്. അത് ബേസിക്കലി ഒരു IC ആണ്. അപ്പോൾ ഈ ICയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കാം, ചെറിയ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതിനെ കൂടാതെ ഒരുപാട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറായിട്ട്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറായിട്ടൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഇമ്മൻസ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ആ സർക്യൂട്ടിൻ്റെ പുറത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന കമ്പോണൻസ് അനുസരിച്ചിട്ടാണ്. സർക്യൂട്ടിൻ്റെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പാമ്പിൻ്റെ കൂടെ ഓപ്പാമ്പ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സർക്യൂട്ടിലും ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അതിനോട് കൂടെ നമ്മൾ വേറെ റെസിസ്റ്റൻസും അതുപോലെ കപ്പാസിറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, പല ആപ്ലിക്കേഷൻസും പോസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഡിവൈസാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പോൾ നമുക്കിതിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങളും അതിനുശേഷം ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ള പല സർക്യൂട്ടുകളും അതിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഈ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ക്ലിയർ അല്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ബേസിക് സ്ട്രക്ചർ ഒന്ന് കാണിക്കാം. ഓക്കെ, സാധാരണ നമുക്ക് ഇത്തരത്തിലുള്ള IC ആയിട്ടാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ കിട്ടുക. ഓക്കെ, ഓപ്പാമ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് LM741 IC എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ LM741 IC ആണെങ്കിൽ 8 പിന്നാണുള്ളത്. ഓക്കെ, 8 പിന്നുള്ള LM741 ICയുടെ പിക്ചറാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. അതിൻ്റെ ടെർമിനൽസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് അതുപോലെ ഔട്ട്പുട്ട്, ഗ്രൗണ്ട്, പോസിറ്റീവ്, നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട്, ഇൻവെർട്ടിംഗ് ഇൻപുട്ട് എന്നുള്ള 8 പിന്നുകളാണ് ഓപ്പറേഷൻ ആംപ്ലിഫയറിനുള്ളത്. അപ്പോൾ ഈ ഇൻപുട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കേണ്ട ഓരോ ഇൻപുട്ടിലും നമ്മുടെ സർക്യൂട്ട് അനുസരിച്ച് എന്ത് ചെയ്യും, ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻപുട്ട് ഉണ്ടാവും. ഇൻവെർട്ടിംഗ് ഇൻപുട്ടും നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടും 2 പൾസ് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം, ഒരൊറ്റ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ 3 കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കണക്ഷൻ കൊടുക്കുള്ളൂ. ബാക്കിയെല്ലാം ICയിലുള്ള ടെർമിനൽസാണ്, അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യും, സർക്യൂട്ടുകളിൽ വരുന്ന സമയത്ത് ഈ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഈ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സർക്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഓപ്പാമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലൊരു ഫിഗർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, 4, 5 പിന്നുള്ള ഒരു സിമ്പിൾ മാത്രമേ നമുക്ക് സർക്യൂട്ടിൽ കാണാൻ പറ്റൂ. അതിൽ തന്നെ പല സർക്യൂട്ടിലും നമ്മൾ VS+ അതുപോലെ VS-, ഓപ്പാമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഈ 2 പിന്നുണ്ടല്ലോ, അത് കാണിക്കാറില്ല. അപ്പോൾ സാധാരണഗതിയിൽ 3 പിന്ന് മാത്രമേ പല സർക്യൂട്ടുകളിലും കാണാറുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഡയോഡ് പോലത്തെ ചെറിയൊരു ഡിവൈസാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി എന്താണ്, അത് 8 പിന്നുള്ള ഒരു IC ആണ്. ഓക്കെ, ICയുടെ ഉള്ളിൽ എന്താ ഉള്ളത്, ഇതുപോലെ ഒരുപാട് ട്രാൻസിസ്റ്ററുകളും ഒരുപാട് റെസിസ്റ്ററുകളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു IC ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 3 ടെർമിനൽ വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു IC ആണ്. ICയിൽ എന്തുണ്ടാവും, ഒരുപാട് ട്രാൻസിസ്റ്ററുകളും ഒരുപാട് കപ്പാസിറ്ററുകളും റെസിസ്റ്ററും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഡിവൈസാണ് IC എന്ന് പറഞ്ഞാൽ. അത്തരത്തിൽ IC ആണ് എന്ത്, നമ്മൾ ഓപ്പാമ്പ് എന്നുള്ള രീതിയിൽ ഇവിടെ പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ സർക്യൂട്ടിൻ്റെ വർക്കിങ്ങിൻ്റെ സമയത്ത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ മാറും എന്നുള്ളത് ഓരോ ട്രാൻസിസ്റ്ററിലൂടെയും വരുന്ന പൾസുകളും കാര്യങ്ങളും വെച്ചിട്ടൊന്നുമല്ല പഠിക്കുക. ബേസിക്കായിട്ട് നമ്മൾ ഈ സിഗ്നൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പാമ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസിക് വർക്കിങ്ങും അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഇത്തരത്തിലൊരു സർക്യൂട്ട് അതിൻ്റെ എന്താണ്, സിമ്പിൾ മാത്രമാണ്. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ഓപ്പാമ്പിനുള്ളിൽ ഒരുപാട് ട്രാൻസിസ്റ്ററുകളും റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ സർക്യൂട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് എന്തേ ഉണ്ടാവുള്ളൂ, ഈ ഒരു സ്ട്രക്ചർ മാത്രമേ നമ്മുടെ സർക്യൂട്ടിൽ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ. ഓപ്പാമ്പിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെയാണ്. 2 പിന്നുണ്ടായിരിക്കും, ഇൻപുട്ട് കൊടുക്കാൻ 2 പിന്ന്, ഔട്ട്പുട്ടിൽ ഒറ്റ പിന്നും. ഓക്കെ, 2 ടെർമിനലായിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കും, ഒരു ടെർമിനലിൽ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ. IC ആയിട്ടാണ്, ICൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇൻപുട്ട് എവിടെയാണ് കൊടുക്കുക, ഔട്ട്പുട്ട് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിൻ്റെ പിൻ ഡയഗ്രം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കമ്പറേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 555 IC ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടിൽ നമ്മളൊരു കമ്പറേറ്റർ പഠിച്ചു. അതുപോലത്തെ കമ്പറേറ്ററൊക്കെ ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം,
ഈ ഓപ്പാമ്പിന് യൂസ് ചെയ്യാം. അതായത് ആംപ്ലിഫിക്കേഷന് വേണ്ടി മാത്രമല്ല, കമ്പറേറ്ററായിട്ട്, അതുപോലെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറായിട്ടും, അതിന് കൂടാതെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 സിഗ്നലുകൾ ആഡ് ചെയ്യാൻ, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഒക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഓപ്പാമ്പുകൾ ഉപയോഗിക്കാം. അതായത് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഓപ്പാമ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പാമ്പ് എന്നുള്ളത് ബേസിക്കലി നമുക്ക് നോക്കാം. The term operational amplifier denotes a special type of amplifier that, by proper selection of its external components, could be configured for a variety of applications. അപ്പോൾ ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ തന്നെയാണ്, സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാം, ആംപ്ലിഫൈ ചെയ്യാം. ലോ പവർ സർക്യൂട്ടുകളിലാണ് യൂസ് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതിനെ കൂടാതെ എക്സ്റ്റേണലായിട്ട് ഓപ്പാമ്പിൻ്റെ ഐസിക്ക് പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, കണക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ബൈ പ്രോപ്പർ സെലക്ഷൻ ഓഫ് ഇറ്റ്സ് എക്സ്റ്റേണൽ കമ്പോണൻസ്, റെസിസ്റ്റർ ആണോ കപ്പാസിറ്റർ ആണോ, എത്ര റെസിസ്റ്റർ എടുക്കുന്നുണ്ട്, എത്ര കപ്പാസിറ്റർ എടുക്കുന്നുണ്ട്, അത്തരത്തിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കുഡ് ബി കോൺഫിഗേർഡ് ഫോർ എ വെറൈറ്റി ഓഫ് ഓപ്പറേഷൻ, പലതരം ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സർക്യൂട്ടാണ്. ഓക്കെ, നമ്മൾ മുൻപ് ഫിൽറ്റർ സർക്യൂട്ടൊക്കെ പഠിച്ചില്ലേ, അതുപോലെ ഫിൽറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പാമ്പ് യൂസ് ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ഡയോഡ് പോലെ, ഡയോഡാണെങ്കിൽ റെക്ടിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം അല്ലേ. അതുപോലെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ മാത്രമല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അനലോഗ് ഡിവൈസ് അല്ലെങ്കിൽ അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ ആരെ കൺസിഡർ ചെയ്യാം, ഓപ്പാമ്പിനെ കൺസിഡർ ചെയ്യാം. ഒരുപാട് സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ. അതൊരു ബേസിക്കലി ഒരു IC ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പാമ്പ് ഉപയോഗിച്ചിട്ടുള്ള പല സർക്യൂട്ടുകളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്താണ് ഓപ്പാമ്പ് എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് നോക്കാം. An operational amplifier or an op-amp is simply a linear integrated circuit, അതായത് IC, having multiple terminals. 8 ടെർമിനൽ ഉണ്ട് നമ്മളിപ്പോൾ കാണിച്ച സാമ്പിളായിട്ടുള്ളൊരു ഓപ്പാമ്പിലല്ലേ. അതുപോലെ മൾട്ടിപ്പിൾ ടെർമിനൽസ് ഉള്ളൊരു IC ആണ് ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ. The op-amp can be considered to be a voltage amplifying device that is designed to be used with external feedback components such as resistors and capacitors between its output and input terminals. അപ്പോൾ ബേസിക്കലി എന്ത് ചെയ്യാം, ഒരു ആംപ്ലിഫയർ ആയിട്ട് തന്നെ, സാധാ ആംപ്ലിഫയർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യാം. റെസിസ്റ്ററും കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലും കണക്ട് ചെയ്യുന്നതല്ലേ. ഔട്ട്പുട്ടിൽ നിന്നൊരു പോർഷൻ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ പല രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കാം. ഫീഡ്ബാക്ക് കൊടുക്കുന്ന നെറ്റ്വർക്കിൽ റെസിസ്റ്റർ ഉപയോഗിക്കാം, കപ്പാസിറ്റർ ഉപയോഗിക്കാം, പല രീതിയിൽ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. അപ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കുന്ന രീതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷനിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോ സർക്യൂട്ടിൽ പഠിക്കും. അപ്പോൾ ബേസിക്കലി എന്താണ്, അതൊരു ആംപ്ലിഫയർ തന്നെയാണ്. It is a high-gain electronic single-ended output. It is a high-gain electronic voltage amplifier with a differential input and usually a single-ended output. Differential എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 ഇൻപുട്ട് ഉണ്ടായിരിക്കും. ആ കൊടുക്കുന്ന 2 ഇൻപുട്ടിൻ്റെയും ഡിഫറൻസ് കിട്ടുള്ള വോൾട്ടേജ്, ഒരു ഇൻപുട്ടിൽ നമ്മൾ 10 മില്ലി വോൾട്ടും താഴത്തെ ഇൻപുട്ടിൽ നമ്മൾ 3 മില്ലി വോൾട്ടും കൊടുത്തു എന്ന് കരുതാം. അപ്പോൾ 2 ഇൻപുട്ടിൽ എത്ര ഉണ്ട്, 10ഉം 7ഉം വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും, 7 മില്ലി വോൾട്ട് അല്ലേ. അപ്പോൾ ഈ 7 മില്ലി വോൾട്ടിനെയാണ് എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻപുട്ടിൽ 2 ഇൻപുട്ടിലൂടെ കിട്ടുന്ന വോൾട്ടേജുകളുടെ ഡിഫറൻസിനെയാണ് അതിനെ ആംപ്ലിഫൈ ചെയ്യുക, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ബേസിക്കലി ആംപ്ലിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ആയിരിക്കും, 2 ഇൻപുട്ട് ടെർമിനലും ഉണ്ടായിരിക്കും. Op-amps are among the most widely used electronic devices today as they are used in vast array of consumer, industrial and scientific devices. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഓപ്പാമ്പ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ കൺവേർട്ടറുകളിലാണെങ്കിലും അതുപോലെ ഫിൽറ്റർ ആണെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലാണെങ്കിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ് ഓപ്പാമ്പ്. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതിൻ്റെ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിനെ. നമ്മൾ മുൻപ് പറഞ്ഞു, ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാം, കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാം അല്ലേ. അത്തരത്തിൽ എന്ത് വെച്ചിട്ടാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സർക്യൂട്ടുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്താണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ആണ് അല്ലേ. എക്സ്റ്റേണലി സർക്യൂട്ടിൽ ഓപ്പാമ്പിൻ്റെ ICയുടെ പുറത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റർ, കപ്പാസിറ്റർ പോലത്തെ ഡിവൈസുകളെ ബേസ് ചെയ്തിട്ട് പല വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ബേസിക്കലി ഒരു ഓപ്പാമ്പിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ICയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഒരുപാട് ട്രാൻസിസ്റ്ററുകളും ഒരുപാട് റെസിസ്റ്ററുകളൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ടിനെ വേറെ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കുന്നത്. അത് ഏത് രീതിയിൽ മാറ്റണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, എക്സ്റ്റേണലി കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സാധാരണ IC. പുറമേ കാണുമ്പോൾ ഇത്ര ചെറിയൊരു IC ആയിരിക്കും. ഈ ICയുടെ ഉള്ളിലുള്ള സ്ട്രക്ചറാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അല്ലേ.
അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ചിപ്പ് എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ ഇത്രയും ട്രാൻസിസ്റ്ററുകളും റെസിസ്റ്ററുകളൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ സൈസ് ഒരുപാട് കൂടുമല്ലേ. നമ്മുടെ ടെക്നോളജി എന്ത് ചെയ്തു, അഡ്വാൻസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സൈസ് കുറഞ്ഞിട്ട് ഐ സി ചെറുതായത്, നമ്മുടെ മൊബൈൽ ഫോൺ പോലെയൊക്കെ അല്ലേ. അപ്പോൾ ഇത്തരത്തിലൊരു ഐ സിയാണ് നമുക്ക് ലഭിക്കുക. ഈ ഐ സിയുടെ ടെർമിനൽസ് ഉണ്ടാവും, 8 ടെർമിനൽസ് ഉണ്ടാവും. ബേസിക്കലി ഒരു LM741 എന്ന് പറഞ്ഞ ഒരു ഓപ്പ് ആമ്പിൻ്റെ പിൻ ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും എവിടെ കൊടുക്കേണ്ടതെന്ന് അറിയാം അല്ലേ, പിൻ ഡയഗ്രത്തിലുണ്ടാവും. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെയാണ് നമ്മുടെ സിമ്പിൾ, ഓപ്പ് ആമ്പിൻ്റെ സിമ്പിൾ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ V+, V- എന്നുള്ള ടെർമിനലും ഇൻപുട്ടും ഔട്ട്പുട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ബേസിക്കലി നമ്മുടെ ഓപ്പ് ആമ്പ്. ഐ സിയുടെ ഡയഗ്രം തന്നെയാണ്. ഓഫ്സെറ്റിനുള്ള എന്ന് പറഞ്ഞ ഒന്നാമത്തെ പിന്ന്, ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ഉണ്ട്, അത് രണ്ടാമത്തെ പിന്നാണ്. നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ഉണ്ട്, അത് മൂന്നാമത്തെ പിന്ന്. V- എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻപുട്ട്, അതായത് നാലാമത്തെ. എട്ടാമത്തെ പിന്നെ NC ആണ്. V+ എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ പിന്ന്. ഔട്ട്പുട്ട് ആറാമത്തെ പിന്നാണ് കിട്ടുക. 5 എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റിനുള്ളത്. അപ്പോൾ ഇത്രയും പിന്നുകളാണുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ഇൻപുട്ടാണ് നമുക്കുള്ളത്. ഓക്കെ, പ്ലസ് എന്ന് എഴുതിയ ഒരു ഇൻപുട്ട് ടെർമിനലുണ്ട്, മൈനസ് എഴുതിയ എന്നൊരു ഇൻപുട്ട് ടെർമിനലുണ്ടല്ലേ. അപ്പോൾ മൈനസ് എഴുതിയിട്ടുള്ള, മൈനസ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ടെർമിനൽ നമ്മൾ പറയുന്ന പേരാണ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. അതെന്തുകൊണ്ടാണ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. മൈനസ് എന്ന് എഴുതിയ ടെർമിനലിനെ നമ്മൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്ന് പറയും. പ്ലസ് എന്ന് എഴുതിയതിനെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലുണ്ട്, നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്. 2 ഇൻപുട്ട് ടെർമിനലുണ്ട്, ഒരൊറ്റ ഔട്ട്പുട്ടും V ഔട്ട്. ഓക്കെ, പിന്നെ ഓപ്പ് ആമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് വോൾട്ടേജ് ഇവിടെ ഉണ്ട്, അതുപോലെ നെഗറ്റീവ് വോൾട്ടേജും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ ഒരു ഓപ്പ് ആമ്പ്. ഈ ഓപ്പ് ആമ്പിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു. ഇൻപുട്ട് കൊടുക്കുന്ന 2 വോൾട്ടേജ്, ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ കൊടുക്കുന്നതാണ് V1, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ കൊടുക്കുന്നതാണ് V2. അപ്പോൾ ഈ V1ൻ്റെയും V2ൻ്റെയും ഡിഫറൻസ്, അതാണ് V-diff എന്ന് എഴുതിയിട്ടുള്ളത്, V ഡിഫറൻസ്. ആ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്, ഈ ഓപ്പ് ആമ്പ് ആംപ്ലിഫൈ ചെയ്യുന്നത്. നമുക്കറിയാം ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാലല്ലേ, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഗെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയും. ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെയാണ് ഇവിടെ A എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിൻ്റെ ഇതിൻ്റെ ഡിഫറൻസ് കൊണ്ട് V2 - V1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇവിടെ കൊടുക്കും. അപ്പോൾ ഇൻപുട്ടിലുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്, ഓപ്പ് ആമ്പ് ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഓപ്പ് ആമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ടെർമിനൽസ് കാണിച്ചിട്ടുള്ളത്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഔട്ട്പുട്ട് ടെർമിനൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. പോസിറ്റീവ് പവർ സപ്ലൈ ഇവിടെയുണ്ട്, നെഗറ്റീവ് പവർ സപ്ലൈ ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ സ്ട്രക്ചർ. ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓപ്പ് ആമ്പ് ഈസ് ആൻ അനലോഗ് സർക്യൂട്ട് ദാറ്റ് ടേക്സ് എ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് പ്രൊഡ്യൂസസ് എ സിംഗിൾ എൻഡഡ് വോൾട്ടേജ്. അതായത് 2 ഇൻപുട്ട് സ്വീകരിക്കുന്നുണ്ട്, ആ 2 ഇൻപുട്ടിൻ്റെയും ഡിഫറൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണോ ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത്. ഓപ്പ് ആമ്പ് യൂഷ്വലി ഹാവ് 3 ടെർമിനൽസ്. ബേസിക്കലി 3 ടെർമിനലാണുള്ളത്. നമ്മൾ പറഞ്ഞു ഐസിക്ക് 8 ടെർമിനലുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും അനുസരിച്ച് ചെയ്യുമ്പോൾ 3 ടെർമിനലാണ് നമ്മൾ സിമ്പിളൊക്കെ വെച്ച് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി 3 ടെർമിനൽസ് ഉണ്ട്. 2 ഹൈ ഇംപെഡൻസ് ഇൻപുട്ട്സ് ആൻഡ് ലോ ഇംപെഡൻസ് ഔട്ട്പുട്ട് പോർട്ട്. അതായത് ഒരു ഔട്ട്പുട്ട് പോർട്ടും 2 ഇൻപുട്ട് പോർട്ടും. അപ്പോൾ 2 ഇൻപുട്ട് പോർട്ടിൻ്റെ ഇടയിൽ, 2 ഇൻപുട്ട് ടെർമിനൽസിൻ്റെ ഇടയിലുള്ള ഇംപെഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് ഹൈ ഇംപെഡൻസ് ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ലോ ഇംപെഡൻസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് വളരെ കുറവായിരിക്കും ഓപ്പ് ആമ്പിൽ. ഐഡിയൽ കേസിൽ 0 ആയിരിക്കും, പക്ഷേ വളരെ കുറവായിരിക്കും ആക്ച്വൽ കേസിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ്. അതുപോലെ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ. ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 ടെർമിനലിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, ഔട്ട്പുട്ട് ഇംപെഡൻസ് പറഞ്ഞാലോ ഔട്ട്പുട്ട് ടെർമിനലും ഗ്രൗണ്ടും തമ്മിലുള്ള റെസിസ്റ്റൻസിനാണ് നമ്മൾ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഇംപെഡൻസ് വളരെ കുറവായിരിക്കും, ഇൻപുട്ട് ഇംപെഡൻസ് വളരെ കൂടുതലും ആയിരിക്കും ഓപ്പ് ആമ്പിന്. ദ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ഇസ് ഡിനോട്ടഡ് വിത്ത് എ -n. അപ്പോൾ -n വെച്ച് കാണിച്ചിട്ടുള്ളതിനാണ് നമ്മൾ എന്താ പറയുക, ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുക. അതുപോലെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ നമ്മൾ പ്ലസ് എന്ന സൈൻ വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ 2 ഇൻപുട്ട് ടെർമിനലും ഒരു ഔട്ട്പുട്ട് ടെർമിനലുമാണ് ഓപ്പ് ആമ്പിനുള്ളത്. An operational amplifier is an integrated circuit that can amplify weak electric signals. അപ്പോൾ നമ്മളിതിൻ്റെ വർക്കിങ്ങിലേക്ക് വരികയാണ്. ഒരു ഗുണം എന്താണ്, വളരെ വീക്കായിട്ടുള്ള ഇൻപുട്ട് സിഗ്നൽസിനെ വളരെ മൈന്യൂട്ടായിട്ട് മില്ലി വോൾട്ട് അല്ലെങ്കിൽ മൈക്രോ വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റില്ല. സർക്യൂട്ട് അല്ലെങ്കിൽ വേറൊരു സ്റ്റേജിന് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ മിനിമം ഒരു പർട്ടിക്കുലർ വാല്യൂ ആണല്ലേ പ്രോസസ്സ് നടക്കണമെങ്കിൽ. അപ്പോൾ ആ തരത്തിലേക്ക് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ വീക്കായിട്ടുള്ള ഇലക്ട്രിക് സിഗ്നലിനെ പോലും ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും ഓപ്പ് ആമ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഓപ്പ് ആമ്പിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണ്, ബേസിക് വളരെ വീക്ക് സിഗ്നലിനെ പോലും, വീക്കായിട്ട് ഇലക്ട്രിക് സിഗ്നലിനെ പോലും എന്ത് ചെയ്യാൻ പറ്റും, ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടുള്ളത്. ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഹാസ് 2 ഇൻപുട്ട് പിൻസ് ആൻഡ് 1 ഔട്ട്പുട്ട് പിൻ. 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഇറ്റ്സ് ബേസിക് റോൾ ഇസ് ടു ആംപ്ലിഫൈ ആറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഇൻപുട്ട് പിൻസ്. അപ്പോൾ 2 ഇൻപുട്ട് പിന്നിന് ഇടയിലുള്ള വോൾട്ടേജിൻ്റെ 2 വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഒരു ഓപ്പ് ആമ്പിൻ്റെ ഫംഗ്ഷൻ. ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഈസ് നോട്ട് യൂസ്ഡ് എലോൺ. അപ്പോൾ ഓപ്പ് ആമ്പ് എന്ന് പറഞ്ഞാൽ IC ഒറ്റയ്ക്ക് ഉപയോഗിച്ചിട്ട് എന്തില്ല, ഒരു കാര്യവും നടക്കില്ല.
ഓപ്പാമ്പിൽ ഇൻപുട്ടിലും 2 ടെർമിനൽ ഔട്ട്പുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യില്ല, കാര്യമില്ല. എന്ത് ചെയ്യണം? ബട്ട് ഈസ് ഡിസൈൻ ടു ബി കണക്റ്റഡ് വിത്ത് അതർ സർക്യൂട്ട്സ് ടു പെർഫോം എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണലി സർക്യൂട്ടിൽ കണക്ട് ചെയ്ത കമ്പോണൻസ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. റെസിസ്റ്ററും കപ്പാസിറ്ററും പോലത്തെ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന കമ്പോണൻസ് ആണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് ഏത് തരത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പാമ്പിന് ഉപയോഗിക്കാൻ പറ്റും. പല വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് ഏത് രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഇത് ബേസിക് കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഐ സിയുടെ ഉള്ളിലുള്ള ഫിഗർ എങ്ങനെയാണെന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക് സ്ട്രക്ചർ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം 2 ടെർമിനൽ ഉണ്ടല്ലേ, 2 ഇൻപുട്ട് ടെർമിനൽ ഉണ്ട്, ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും. ഔട്ട്പുട്ട് ടെർമിനൽ, അപ്പോൾ ഇൻപുട്ട് ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുക? ഓപ്പാമ്പ് ആംപ്ലിഫൈ ചെയ്യുക. ബേസിക് കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദ ടെർമിനൽ വിത്ത് എ മൈനസ് സൈൻ ഈസ് കോൾഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ആൻഡ് ദ ടെർമിനൽ വിത്ത് പ്ലസ് സൈൻ ഈസ് കോൾഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. മൈനസ് സൈൻ ഉള്ളതിനെ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയും, പ്ലസ് സൈൻ ഉള്ളതിനെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയും. The V plus and V minus power supply terminals are connected to the positive and negative terminals of a DC voltage source respectively. നമുക്കറിയുന്ന കാര്യമാണല്ലേ, വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വോൾട്ടേജ് ഉണ്ട്. ഒരു പോസിറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് വോൾട്ടേജും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു, പിൻ നമ്പറും അതിൻ്റെ പറഞ്ഞു അല്ലേ. അത്തരത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജും നമ്മൾ കൊടുക്കുന്നുണ്ട്, നെഗറ്റീവ് വോൾട്ടേജും കൊടുക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് വോൾട്ടേജും കൊടുക്കുന്നത് നമ്മൾ ബയസ് വോൾട്ടേജ് എന്ന് പറയും. ഈ ബയസ് വോൾട്ടേജിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ഓപ്പ് ആമ്പിൻ്റെ വർക്കിംഗ് റീജിയൻ സെറ്റ് ചെയ്യുന്നത്. അതായത് എത്രത്തോളം ആംപ്ലിഫിക്കേഷൻ നടത്താൻ സാധിക്കും എന്നുള്ളത് ലിമിറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ കൊടുക്കുന്ന ബയസിങ് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലാണ് ഓപ്പ് ആമ്പിന്. ഓക്കെ, അതായത് 10⁵5, അതായത് 10,000 മടങ്ങൊക്കെ ആയിട്ടാണ് ആംപ്ലിഫൈ ചെയ്യുക. 1 മില്ലി വോൾട്ട് കൊടുത്താൽ അതിന് ഏകദേശം 1 വോൾട്ടോളം ആംപ്ലിഫൈ ചെയ്യുന്ന തരത്തിലാണ് ആംപ്ലിഫൈ ചെയ്യുക. അതിന് പകരം 1 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല, 10,000 വോൾട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏത് വോൾട്ടേജ് വരെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കുന്നതൊക്കെ ഈ ഓപ്പ് ആമ്പിന് കൊടുക്കുന്ന ബയസിങ് വോൾട്ടേജ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് വോൾട്ടേജും അതുപോലെ ഒരു നെഗറ്റീവ് വോൾട്ടേജും കൊടുക്കുന്നുണ്ട്. ദ കോമൺ ടെർമിനൽ ഓഫ് V plus ആൻഡ് V minus ഈസ് കണക്റ്റഡ് ടു എ റെഫറൻസ് പോയിന്റ് ഓർ ഗ്രൗണ്ട് എൽസ് ട്വൈസ് ദ സപ്ലൈ വോൾട്ടേജ് ഓർ മേ ഡാമേജ് ദ ഓപ്പ് ആമ്പ്. അപ്പോൾ ഈ പ്ലസും മൈനസും വോൾട്ടേജ് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള പോയിന്റ് നമ്മൾ എന്തെങ്കിലും സാധാരണഗതിയിൽ ഗ്രൗണ്ടിയും അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലാണ് പ്ലസ് മൈനസ് ടെർമിനൽസ് വരുന്നത്. ബേസിക് കൺസ്ട്രക്ഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷനും കാര്യങ്ങളും അല്ല ആവശ്യം, ബേസിക് ഐഡിയ ഓപ്പ് ആമ്പിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തതാണ് ഓപ്പ് ആമ്പ് ഓപ്പറേഷൻ. ബേസിക്കലി ഓപ്പ് ആമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ഡിഫറൻസിന് വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യാണ് ബേസിക്കലി ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ എന്തായിരിക്കും? Vout is equal to AOL. AOL എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് ഗെയിനെയാണ് നമ്മൾ AOL എന്ന് പറയുന്നത്. OL എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലൂപ്പ്, A എന്ന് പറഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഗെയിന്, ഇൻറ്റു V plus മൈനസ് V മൈനസ്. V plus എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് മൈനസ് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ്, അല്ലെങ്കിൽ 2 വോൾട്ടേജിൻ്റെ ഡിഫറൻസ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയലി ആൻ ഓപ്പ് ആമ്പ് ആംപ്ലിഫൈസ് ഓൺലി ദ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ബിറ്റ്വീൻ ടു, ഓൾസോ കോൾഡ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇൻപുട്ട് ടെർമിനലായിട്ടുള്ള 2 ഇൻപുട്ട് ടെർമിനലുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലും ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലും. ആ 2 ടെർമിനലിലും കിട്ടുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഓപ്പ് ആമ്പ് Vout ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ Vout ഈസ് ഈക്വൽ ടു AOL ഇൻറ്റു V plus മൈനസ് VI. അപ്പോൾ ഗെയിൻ എന്താ നമുക്കറിയാമല്ലേ. ഇൻപുട്ട് വോൾട്ടേജിന് എത്ര മടങ്ങായിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് എത്തിക്കുന്നത്, എത്ര ഇരട്ടിയാണോ അതോ 3 ടൈമാണോ എത്രയാണെന്നുള്ളതിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുക. അപ്പോൾ ആ ഗെയിൻ ഇൻറ്റു വോൾട്ടേജിൻ്റെ ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, AOL ഈസ് ദി ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. In a linear operational amplifier, the output signal is the amplification factor known as the amplifier's gain A multiplied by the value of the input signal. നമുക്കറിയുന്ന കാര്യമാണല്ലേ ഗെയിൻ എന്താണെന്നുള്ളത്. ഇൻപുട്ടിൻ്റെ എത്ര മടങ്ങാണ് ഔട്ട്പുട്ട്, ആ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയണത്, ഗെയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുക. അപ്പോൾ ഗെയിൻ നമുക്കറിയാമെങ്കിൽ, ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നമുക്കറിയാമെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഈ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. നമ്മൾ മുൻപ് ആംപ്ലിഫയറിൽ പഠിച്ച അതേ കാര്യമാണ്. അപ്പോൾ സെയിം സംഭവമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ഒരു മാറ്റം എന്താണ്, ഇൻപുട്ടിൽ 2 ടെർമിനലുണ്ട്, ആ 2 ടെർമിനലിലും കിട്ടുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെയാണ് ഇവിടെ എന്ത് ചെയ്യണത്, ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇനി ഓപ്പ് ആമ്പ് പാരാമീറ്റേഴ്സ്, അതായത് ഓപ്പ് ആമ്പറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് അല്ലെങ്കിൽ കുറച്ച് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എന്താണ് ഓപ്പ് ആമ്പ് എന്നുള്ള കാര്യം ക്ലിയർ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്പ് ആമ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് പരിചയപ്പെടാൻ സാധിക്കുള്ളൂ. ഒപ്പം പാരാമീറ്റേഴ്സിൽ ആദ്യത്തെ ടേമാണ്
ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇപ്പോൾ ടേമിൽ നിന്ന് നമ്മൾ ക്ലിയർ ആണല്ലേ. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടെർമിനലിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസിനായിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആസ് സീൻ അറ്റ് എയ്തർ ഓഫ് ദ ഇൻപുട്ട് ടെർമിനൽസ് വിത്ത് ദ അതർ ടെർമിനൽ കണക്റ്റഡ് ടു ഗ്രൗണ്ട്. അപ്പോൾ രണ്ട് ടെർമിനൽ ഉണ്ടല്ലേ. അപ്പോൾ ഒരു ടെർമിനൽ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് രണ്ട് ടെർമിനലിനും അക്രോസുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളാണ് 741 എന്ന ഓപ്പ് ആമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണ്, 2 മെഗാ ഓം ആണ്. അപ്പോൾ മനസ്സിലാക്കുക, ഓപ്പ് ആമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എപ്പോഴും ഹൈ ആയിരിക്കും. ഏകദേശം റേഞ്ച് എത്രയാണ്, 2 മെഗാ ഓം അല്ലെങ്കിൽ മെഗാ ഓം റേഞ്ചിലായിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ് വരിക. ഓക്കെ, അപ്പോൾ ഓപ്പ് ആമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടെർമിനലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടെർമിനലും അടുത്ത ടെർമിനൽ ഗ്രൗണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ടെർമിനൽസിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഈ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഡയറക്റ്റ് ചോദിക്കാറുള്ള ടേംസ് ആണ്. രണ്ടാമത്തേതാണ് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ. ഗെയിൻ നമുക്കറിയാമല്ലേ, ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കാതെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയാം. An op-amp amplifies the difference voltage between the two input terminals and therefore its voltage gain is defined as voltage gain is equal to output voltage by differential input voltage. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുക. അപ്പോൾ ഓപ്പാമ്പിൻ്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പ്രത്യേകത എന്താണ്, രണ്ട് ടെർമിനലിലും കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസാണ് അവിടെ ഇൻപുട്ടായിട്ട് വരിക എഫക്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പാമ്പിൻ്റെ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയാം. ഓക്കെ, മൂന്നാമത്തെ ടേമാണ് ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ്. ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ രണ്ട് ടെർമിനലിലാണ് വോൾട്ടേജ് കൊടുക്കുന്നത് അല്ലേ. ഇൻവേർട്ടിംഗ് ടെർമിനലിലും കൊടുക്കുന്നുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ടെർമിനലിന് അക്രോസുള്ള വോൾട്ടേജ് VD. Okay, the difference between the voltages at non-inverting input and inverting input is called differential input voltage. അപ്പോൾ രണ്ട് ടെർമിനലിലും ഉള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ വോൾട്ടേജ് VD എന്ന് പറയുന്നത്. അപ്പോൾ VD ഈസ് ഈക്വൽ ടു V പ്ലസ് മൈനസ് V മൈനസ്. V പ്ലസ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ്, V മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ്. അപ്പോൾ ഈ രണ്ട് ടെർമിനലിലുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ VD അഥവാ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടേമും ക്ലിയർ ആക്കി വെക്കുക. അടുത്തതാണ് ഡിഫറൻഷ്യൽ ഗെയിൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ. ഒരു ഓപ്പ് ആമ്പിൻ്റെ ഡിഫറൻഷ്യൽ ഗെയിൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മുൻപ് പറഞ്ഞ അതേ കാര്യം, ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. ദ ഇൻപുട്ട് ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് ടെർമിനൽസ്. ഇറ്റ് ആംപ്ലിഫൈസ് ദ ഡിഫറൻഷ്യൽ വോൾട്ടേജ് VD ബൈ എ ഗെയിൻ ഫാക്ടർ AD. ഓക്കെ, AD എന്നുള്ള ഗെയിൻ ഫാക്ടർ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ മുൻപ് പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ AD എന്ന് പറഞ്ഞാൽ എന്താണ്, AD ഈസ് ഈക്വൽ ടു Vout ബൈ VD. Vout ബൈ VD, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത്, അതായത് V പ്ലസ് മൈനസ് V മൈനസ്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ അതേ കാര്യമാണ്. എന്താണ് ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുക. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വോൾട്ടേജ് തന്നെ ഉള്ളൂ. ഇൻപുട്ട് എന്ന് പറഞ്ഞാലോ രണ്ട് ടെർമിനലിലും കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുക. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ നമ്മൾ മുൻപ് പറഞ്ഞ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ ഗെയിൻ അതല്ലെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ഓപ്പ് ആമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കോമൺ മോഡ് ഗെയിൻ. കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ രണ്ട് ടെർമിനൽ, ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ ഒരേ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ സെയിം ഇൻപുട്ടാണ് കൊടുക്കുന്നത് അല്ലേ. ഇപ്പോൾ രണ്ട് ടെർമിനലിലേക്കും ഒരേ ഇൻപുട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും, 0. അപ്പോൾ ഡിഫറൻസ് 0 ആണെങ്കിൽ ഇൻപുട്ട് 0, ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എത്ര ആയിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, അതായത് കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 0 ആവുന്ന സമയത്ത്, ഇൻപുട്ട് രണ്ട് ടെർമിനലിലേക്കും ഒരേ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എത്രയാണ്, 0. അതിനെയാണ് നമ്മൾ കോമൺ മോഡ് പറയുക. അപ്പോൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് 0 ആണല്ലേ, അപ്പോൾ വോൾട്ടേജ് കോമൺ മോഡ് ഗെയിൻ എത്രയായിരിക്കും, 0. അപ്പോൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലെ രണ്ട് ടെർമിനൽസിനും കോമൺ ആയിട്ട് കിട്ടുന്ന ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ടിലെ രണ്ട് ടെർമിനൽസിനും കോമൺ ആയിട്ട് കിട്ടുന്ന ഇൻപുട്ടിനെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ടെർമിനലിലും ഒരേ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഗെയിനെയാണ് നമ്മൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുക. ഓക്കെ, സിമ്പിൾ ടോപ്പിക്കായിട്ട് തോന്നും, പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരിക. അപ്പോൾ തോന്നും രണ്ടിൽ ഇൻപുട്ട് 0 ആണെങ്കിൽ പോസിബിളി എന്തായിരിക്കും, 0 തന്നെ ആവില്ലേ തോന്നും അല്ലേ. അപ്പോൾ പ്രാക്ടിക്കലി ആപ്ലിക്കേഷൻസിൽ വരുമ്പോൾ അതിൽ ചെറിയ ചേഞ്ചസ് വരും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് ടെർമിനൽസിലേക്കും കോമൺ ആയിട്ടുള്ള ഇൻപുട്ട്, സെയിം ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഗെയിനെയാണ് നമ്മൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇഫ് എ വോൾട്ടേജ് VCM, ഈ ഫിഗറിൽ കാണിച്ച പോലെ VCM രണ്ട് ടെർമിനലിലേക്കും ഒരേ പൾസാണ് കൊടുക്കുന്നത് അല്ലേ.
കൊടുക്കുന്ന സമയത്ത് ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ സാധാരണ ഇതിൽ 0 ആണ് കിട്ടുക അല്ലേ. നമുക്ക് ലോജിക്ക് വെച്ച് ആലോചിക്കുമ്പോൾ 2 ടെർമിനലിലേക്കും ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, 0 ആയിരിക്കണം. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ 0 ആവില്ല. ചെറിയ എറർ കാരണം എന്തുണ്ടാവും, ചെറിയൊരു ഗെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കോമൺ മോഡായിട്ട് 2 ടെർമിനലിലേക്കും ഒരേ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഗെയിനെയാണ് നമ്മൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ACM എന്നാണ് കോമൺ മോഡ് ഗെയിൻ പറയുന്നത്. ACM ഇസ് ഈക്വൽ ടു എന്താണ്, വി ഔട്ട് ബൈ VCM. CM എന്ന് പറഞ്ഞാൽ കോമൺ മോഡ്, ഈ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ടിന് നമ്മൾ എന്ത് പറയും, VOCM. VOCM എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ കോമൺ മോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുക, കോമൺ മോഡ് ഗെയിൻ എന്ന് പറയാം. അപ്പോൾ പ്രാക്ടിക്കലി ശരിക്കും എന്ത് സംഭവിക്കണം, ഐഡിയൽ കേസ് ആണെങ്കിൽ ഇൻപുട്ട് 2 ടെർമിനലും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. അത് ശരിയാണ്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ എന്ത് സംഭവിക്കും, ചെറിയ എറർ കാരണം ഇൻപുട്ട് രണ്ടും ഈക്വൽ ആണെങ്കിലും ഔട്ട്പുട്ടിൽ ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ടേം തന്നെ ഇവിടെ പറയണത്. ഓക്കെ, അതാണ് കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, അതല്ലെങ്കിൽ CMRR എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവർ ക്വസ്റ്റൻ ആണ്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്താണെന്ന് ചോദിക്കും. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഗെയിൻ പഠിച്ചു അല്ലേ. കോമൺ മോഡ് ഗെയിനും പഠിച്ചു, ഡിഫറൻഷ്യൽ ഗെയിൻ അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ആൻ ഓപ്പാമ്പ് എന്ന് പറയും. 2 ഗെയിനും, ആ 2 ഗെയിനിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ടു ദി കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ. ഇപ്പോൾ ഒരു ആംപ്ലിഫയർ എടുത്തിട്ട് 2 ടെർമിനലിലേക്കും സെപ്പറേറ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഗെയിനും 2 ടെർമിനലിലേക്കും ഫിഗറിൽ കാണിച്ച പോലെ ഒരൊറ്റ ഇൻപുട്ട് കൊടുത്താൽ കിട്ടുന്ന ഗെയിനിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ CMRR എന്ന് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CMRR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ടു കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ അല്ലെങ്കിൽ CMRR എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഡിഫറൻഷ്യൽ മോഡ് വോൾട്ടേജ് ഗെയിൻ്റെയും കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക, CMRR എന്ന് പറയുക. അപ്പോൾ CMRRൻ്റെ വാല്യൂ സാധാരണ ഇതിൽ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ കാരണം നമുക്കറിയാം ACM അല്ലെ, കോമൺ മോഡ് ഗെയിൻ എന്തായിരിക്കും, സാധാരണ ഇതിൽ ശരിക്കും ഐഡിയയിൽ 0 ആണ് വരേണ്ടത്. അപ്പോൾ 0 ആണ് കോമൺ മോഡ് ഗെയിൻ എങ്കിൽ CMRRൻ്റെ വാല്യൂ എത്രയായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം ഡിനോമിനേറ്റർ 0 ആണ് അല്ലേ, അപ്പോൾ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ CMRRൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ എന്തുണ്ടാവും, ചെറിയൊരു വാല്യൂ, ഹൈ വാല്യൂനെ ആയിരിക്കും കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആയിട്ട് വരുന്നത്. ഇതാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇനി ബാക്കിയുള്ള കുറച്ച് ടേംസ് നോക്കാം. സ്ലൂ റേറ്റ്. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളി ഉദ്ദേശിക്കുന്നത് എത്രത്തോളം സ്പീഡിൽ നമ്മുടെ ഓപ്പാമ്പ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിൽ ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിന് അനുസൃതമായിട്ട് എത്ര പെട്ടെന്നാണ് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുന്നത്. ഇൻപുട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഔട്ട്പുട്ട് മാറണമല്ലേ. അപ്പോൾ ഇൻപുട്ട് മാറുന്നതിന് എത്രത്തോളം ഫാസ്റ്റിലാണ് നമ്മുടെ ഓപ്പാമ്പ് റിയാക്ട് ചെയ്യുന്നത്, ആ റേഷ്യോ അല്ലെങ്കിൽ ആ കണക്കിനെയാണ് നമ്മൾ സ്ലൂ റേറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ലൂ റേറ്റ് നല്ല ഓപ്പാമ്പാണെങ്കിൽ സ്ലൂ റേറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, എത്രത്തോളം ഫാസ്റ്റിലാണ് നമ്മുടെ ഓപ്പാമ്പ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് സ്ലൂ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെഫിനേഷൻ വെച്ച് പറയുമ്പോൾ എന്താ പറയുക, ദ സ്ലൂ റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ക്ലോസ്ഡ് ലൂപ്പ് ആംപ്ലിഫയർ ഔട്ട്പുട്ട് വോൾട്ടേജ് കോസ്ഡ് ബൈ സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ ഇൻപുട്ടിൽ വരുന്ന ചെറിയൊരു സ്റ്റെപ്പ് ചേഞ്ച്, ചെറിയൊരു ചേഞ്ചിനെ ആനുപാതികമായിട്ട് ഔട്ട്പുട്ടിൽ വരുന്ന മാക്സിമം ചേഞ്ചിനെയാണ് നമ്മൾ സ്ലൂ റേറ്റ് എന്ന് പറയാം. അപ്പോൾ സ്ലൂ റേറ്റിൻ്റെ ഇക്വേഷൻ നോക്കുക, d/dt ഓഫ് V0. ഓക്കെ, d/dt ഓഫ് V0നെയാണ് നമ്മൾ സ്ലൂ റേറ്റ് എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എത്രത്തോളം സ്പീഡിൽ നമ്മൾ ഓപ്പാമ്പ് ഇൻപുട്ട് സിഗ്നലിനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഇൻപുട്ട് കൊടുക്കുമ്പോൾ എത്രത്തോളം പെട്ടെന്നാണ് അതിന് ആനുപാതികമായിട്ടുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ കണക്കിനെയാണ് നമ്മൾ സ്ലൂ റേറ്റ് എന്നതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഇറ്റ് സ്പെസിഫൈഡ് ഇൻ വോൾട്ട് ബൈ മൈക്രോ സെക്കൻഡ്. അതായത് ഒരു മൈക്രോ സെക്കൻഡിൽ എത്രത്തോളം വോൾട്ടിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ദ ടിപ്പിക്കൽ വാല്യൂ ഈസ് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. അപ്പോൾ സാധാരണഗതിയിൽ ഏകദേശം പ്രാക്ടിക്കൽ കേസിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 പെർ മൈക്രോ സെക്കൻഡാണ്. ഒരു മൈക്രോ സെക്കൻഡിൽ 0.5 വോൾട്ടോളം എന്താ വരുന്നത്, ചേഞ്ച് വരുന്നത്. അടുത്താണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ സെയിം കാര്യമാണ്, റിപ്പീറ്റ് ആയി പോയതാണ്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ AD/AC അല്ലേ, ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ്റെയും കോമൺ മോഡ് ഗെയിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയാം. അപ്പോൾ ഞാനത് പറയുന്നില്ല, നമ്മൾ പറഞ്ഞ സെയിം കാര്യമാണ്. ഓക്കെ, അടുത്തത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ദാറ്റ് മസ്റ്റ് ബി അപ്ലൈഡ് ബിറ്റ്വീൻ ദ 2 ഇൻപുട്ട് ടെർമിനൽസ് ഓഫ് ദ ഓപ്പാമ്പ് ടു നെല്ലിഫൈ ദ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഇൻപുട്ട് ടെർമിനൽ ഉണ്ട് ഇവിടെ. അപ്പോൾ 2 ഇൻപുട്ട് ടെർമിനലിലേക്ക് നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് കരുതുക. ഇൻപുട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ടും ശരിക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഔട്ട്പുട്ടും 0 ആയിരിക്കണം അല്ലേ. ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടും 0 ആയിരിക്കണം. പക്ഷേ നമ്മുടെ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത കമ്പോണൻസ് കാരണം അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ എററോ കാരണം നമ്മൾ ഇൻപുട്ടൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഔട്ട്പുട്ടിൽ ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, ഇൻപുട്ടൊന്നും ഇല്ലെങ്കിലും ഔട്ട്പുട്ടിൽ എററാണ്, ചെറിയ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ചെറിയ വോൾട്ടേജിനെ നള്ളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുക.
ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 0 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ സാധാരണഗതിയിൽ 1 മില്ലി വോൾട്ടൊക്കെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇൻപുട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് 0 ആക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വോൾട്ടേജ്, ഇതൊക്കെ പ്രാക്ടിക്കൽ കേസിൽ സംഭവിക്കുന്നതാണ്. വോൾട്ടേജിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ ഇൻപുട്ടൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഔട്ട്പുട്ടിലൊന്നും വരാൻ പാടില്ല. പക്ഷേ എന്ത് ചെയ്യും, എറർ കാരണം അല്ലെങ്കിൽ സർക്യൂട്ട് കമ്പോണൻസിലുള്ള ചാർജോ മറ്റോ കാരണം ചെറിയൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നള്ളിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്താ നമുക്ക് അസ്യൂം ചെയ്യാം അല്ലേ. ദ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് I0 is the difference between the two separate currents entering the input terminals of a balanced amplifier. അതായത് 2 ടെർമിനൽ, നമ്മൾ ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ടല്ലേ. അപ്പോൾ 2 ടെർമിനലിലേക്കും വരുന്ന വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ബയസ് കറണ്ട് എന്നാണ് പറയുക, IB1ഉം IB2. ആ 2 കറണ്ടിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയാം. അതായത് ഔട്ട്പുട്ട് 0 ആണ്, ശരിക്കും ഒന്നൊരു കറണ്ടും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്ത് ചെയ്തു, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എറർ കാരണം എന്ത് ചെയ്യും, കുറച്ച് കറണ്ട് ഓപ്പാമ്പിലേക്ക് വരും, കുറച്ച് കറണ്ട് ഓപ്പാമ്പിലേക്ക് വരും. ആ തരത്തിൽ വരുന്ന ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കും കറണ്ട് വരും. 2 ടെർമിനൽസ് ഉണ്ടല്ലോ. അപ്പോൾ ആ കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ IB1 IB2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ആ 2 കറണ്ടിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് എത്രയാണ്, 0 ആണ്. ഔട്ട്പുട്ട് 0 ആവുന്ന സമയത്ത് ഡ്രോ ചെയ്യുന്ന കറണ്ടാണത്. ഓക്കെ, ആവശ്യമില്ല, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എറർ കാരണം വരുന്ന കറണ്ടാണ്. ആ കറണ്ടിൻ്റെ ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 കേസിലും ഔട്ട്പുട്ട് 0 ആണ്. അടുത്താണ് ഇൻപുട്ട് ബയസ് കറണ്ട്. അതായത് ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ടല്ലേ, ആ ടെർമിനലിലേക്ക് വരുന്ന കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ, ഏകദേശം വാല്യൂ എത്രയാണ്, എത്ര ആംബിയർ ആണ്, എത്ര മില്ലി ആംബിയർ ആണ്, ആ വാല്യൂവിനെയാണ് നമ്മൾ ഇൻപുട്ട് ബയസ് കറണ്ട് എന്ന് പറയുക. ദ ആവറേജ് ഓഫ് ദ കറണ്ട്സ് എൻറ്ററിങ് ഇൻ ടു ദ മൈനസ് ഇൻപുട്ട് ആൻഡ് പ്ലസ് ഇൻപുട്ട്, അതായത് ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽസ് ഓഫ് ആൻ ഓപ്പാമ്പ് ഈസ് കോൾഡ് ഇൻപുട്ട് ബയസ് കറണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ അല്ലെങ്കിൽ IC 741 എന്ന് പറഞ്ഞ ഓപ്പാമ്പിൽ വരുന്ന ഏകദേശ വാല്യൂ 500 നാനോ ആംബിയർ ആണ്. അത് വളരെ കുറച്ച് ആംബിയറെ വലിക്കുള്ളൂ. പ്രാക്ടിക്കൽ കേസ് ആണെങ്കിൽ 0, വളരെ ലോ ആയിട്ടുള്ളൊരു കറണ്ടാണ് ഇൻപുട്ട് ബയസ് കറണ്ടായിട്ട് വരിക. ഈ ലാസ്റ്റ് ടേമാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. നമ്മൾ പഠിച്ച കാര്യമാണല്ലേ, ഔട്ട്പുട്ട് ടെർമിനൽസിനും ഗ്രൗണ്ടിനും അക്രോസുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R0 ഈസ് ദ റെസിസ്റ്റൻസ് മെഷേർഡ് ബിറ്റ്വീൻ ദി ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദ ഓപ്പാമ്പ് ആൻഡ് ദി ഗ്രൗണ്ട്. ഇറ്റ് ഈസ് 75 ohm ഫോർ IC 74 ഓപ്പാമ്പ്. സാധാരണഗതിയിൽ വളരെ കുറവായിരിക്കും, 100 ohm അല്ലെങ്കിൽ 120 ohm, ആ റേഞ്ച് മാക്സിമം 1 കിലോ ഓമിൻ്റെ ഒക്കെ താഴെയാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരാറ്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈയും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും ഓപ്പാമ്പിന്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി നമ്മളൊരു ഓപ്പാമ്പുമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഐഡിയൽ ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു ഐഡിയൽ ഓപ്പാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റൻസ് അതായത് ഇൻപുട്ട് ടെർമിനൽസിന് അക്രോസുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കണം, ഇൻഫിനിറ്റി ആയിരിക്കണം ഐഡിയൽ ഓപ്പാമ്പിന്. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ അത് വളരെ ഹൈ ആയിരിക്കും, ഐഡിയൽ കേസിൽ എന്തായിരിക്കണം, ഏറ്റവും നല്ലത് ഇൻഫിനിറ്റി ആവുകയാണ്. അപ്പോൾ ഇൻഫിനിറ്റി പോസിബിൾ അല്ലല്ലേ, അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ കേസിൽ വളരെ ഹൈ ഇമ്പിഡൻസ് ആയിരിക്കും ഓപ്പാമ്പിന് ഉണ്ടാവുക. ഐഡിയൽ കേസിലാണെങ്കിലോ ഇൻഫിനിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കാറുള്ളതാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ഓപ്പാമ്പ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഈ പോയിന്റ് ഇതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ 6 അല്ലെങ്കിൽ 8 മാർക്ക് ഷുവറാണ്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഐഡിയൽ ഓപ്പാമ്പ് ആണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ, ഇൻഫിനിറ്റി ആയിരിക്കും വോൾട്ടേജ് ഗെയിൻ ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് കൊടുക്കുന്ന വോൾട്ടേജിനെ ഒരുപാട് ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും ഓപ്പാമ്പിന്. അപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. പ്രാക്ടിക്കൽ കേസിലാണെങ്കിലോ ഇൻഫിനിറ്റി അല്ല, എന്ത് ചെയ്യും, 10⁵ അല്ലെങ്കിൽ 10⁶ റേഞ്ചിലായിരിക്കും പ്രാക്ടിക്കൽ കേസിൽ ഗെയിന് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കണം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ആയിരിക്കണം, വോൾട്ടേജ് ഗെയിൻ ഇൻഫിനിറ്റി ആയിരിക്കണം, ബാൻഡ് വിഡ്ത്തും ഇൻഫിനിറ്റി ആയിരിക്കണം. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിൻ്റെയും ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു സർക്യൂട്ടായിരിക്കണം നമ്മുടെ ഓപ്പാമ്പ്. അല്ലെങ്കിൽ നമ്മൾ ഓപ്പാമ്പിലേക്ക് ഏത് ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽ കൊടുത്താലും ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി ആയിരിക്കണം ഓപ്പാമ്പിന്. പ്രാക്ടിക്കൽ കേസിൽ എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയില്ലെങ്കിലും വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും ഓപ്പാമ്പ് വെച്ചിട്ട്. DC സിഗ്നൽ മുതൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ വരെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും ഒരു ആപ്പാമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തതാണ് പെർഫെക്റ്റ് ബാലൻസ്. പെർഫെക്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും എപ്പോൾ, ഇൻപുട്ട് 2 ടെർമിനലിലും ഈക്വൽ വോൾട്ടേജ് ആണെങ്കിൽ.
V1ലും V2ലെയും വോൾട്ടേജിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് ഐഡിയൽ കേസ്. പക്ഷേ പ്രാക്ടിക്കലി ചെറിയൊരു വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വരാറുണ്ട്. ഓക്കെ, അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഡു നോട്ട് ഡ്രിഫ്റ്റ് വിത്ത് ടെമ്പറേച്ചർ. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യില്ല, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും മാറില്ല, അല്ലെങ്കിൽ സ്വഭാവം ഒന്നും മാറില്ല. എല്ലാ സമയത്തും ഒരുപോലെ റെസ്പോണ്ട് ചെയ്യണം. അതാണ് ഐഡിയൽ കേസിൽ പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. ഓക്കെ, അടുത്ത പോയിൻ്റാണ് സീറോ ഓഫ്സെറ്റ്. സീറോ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ഇപ്പോൾ V1ഉം V2ഉം 0 ആയിരിക്കും. അതായത് ഇൻപുട്ടിലൊന്നും ഇല്ലെങ്കിൽ ഔട്ട്പുട്ടിലും എന്തില്ല, ഒരു ഔട്ട്പുട്ടും ക്രിയേറ്റ് ചെയ്യില്ല. ഇൻപുട്ട് 0 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം ഐഡിയൽ കേസിൽ, അല്ലേ? അതാണ് സീറോ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ എന്ത് ചെയ്യും, ചെറിയൊരു വോൾട്ടേജ് വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നള്ളിഫൈ ചെയ്യാൻ ഓഫ്സെറ്റ് വോൾട്ടേജ് കൊടുക്കുന്നുള്ള കാര്യം തൊട്ട് മുൻപ് പറഞ്ഞു. അപ്പോൾ ഐഡിയൽ കേസ് ആണെങ്കിൽ സീറോ ഓഫ്സെറ്റ് ആയിരിക്കും. അതായത് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടും 0 ആയിരിക്കും. എട്ടാമത്തെ പോയിൻ്റാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. CMRR എന്തായിരിക്കണം? ഇൻഫിനിറ്റി ആയിരിക്കണം, അല്ലേ? CMRR എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനിൻ്റെയും കോമൺ മോഡ് ഗെയിനിൻ്റെയും റേഷ്യോ ആണ്. അപ്പോൾ കോമൺ മോഡ് ഗെയിൻ എന്ത് ചെയ്യണം? 0 ആയിരിക്കും, അല്ലേ? കോമൺ മോഡ് ഗെയിൻ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ CMRRൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡിയൽ ഓപ്പാമ്പിൽ CMRRൻ്റെ വാല്യൂ വളരെ ഹൈ ആയിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ആക്ച്വൽ കേസിലാണെങ്കിൽ വളരെ ഹൈ ആയിരിക്കും CMRRൻ്റെ വാല്യൂ. ലാസ്റ്റ് പോയിൻ്റാണ് സ്ലൂ റേറ്റ്. സ്ലൂ റേറ്റ് ഇൻഫിനിറ്റി ആണ്. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്ന സ്പീഡ്. ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യണം, ഔട്ട്പുട്ടും ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ സ്ലൂ റേറ്റും ഇൻഫിനിറ്റി ആയിരിക്കും ഐഡിയൽ ഓപ്പാമ്പിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതുപോലെയല്ല ഇനി പ്രാക്ടിക്കൽ ആംപ്ലിഫയറിൽ വരുമ്പോൾ, പ്രാക്ടിക്കൽ ഓപ്പാമ്പിൽ വരുമ്പോൾ ചെറിയ ഡിഫറൻസ് വരും. ഒന്നാമത്തെ കാര്യം ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ത് വരും? സെവറൽ 100 മെഗാ ഓം. 100 ഓം അല്ല, 100 മെഗാ ഓം റേഞ്ചിലാണ് പ്രാക്ടിക്കൽ കേസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വരിക. അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഫ്യൂ ഓം, 10 ഓം അല്ലെങ്കിൽ 100-200 ഓം റേഞ്ചിൽ വളരെ കുറവായിരിക്കും. ഇൻപുട്ട് റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഓക്കെ, AV എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ. വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും? 10⁻6, അല്ലേ? 10⁻6 റേഞ്ചിലായിരിക്കും ഗെയിന് വരിക പ്രാക്ടിക്കൽ കേസിൽ. ഐഡിയൽ കേസാണെങ്കിൽ ഇൻഫിനിറ്റി. CMRR റേഷ്യോ 120 ഡെസിബൽ. dB എന്ന് പറഞ്ഞാൽ ഡെസിബലാണ് പ്രാക്ടിക്കൽ കേസിൽ വരിക. ഐഡിയൽ കേസിലാണെങ്കിൽ ഇൻഫിനിറ്റി. അപ്പോൾ ഇത്രയാണ് ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്പാമ്പിൻ്റെ ബേസിക് ഐഡിയ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇത്തരത്തിലുള്ള ഓപ്പാമ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള പല സർക്യൂട്ടുകളെ കുറിച്ച് പഠിക്കാം. ഈ മോഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതും അത്തരത്തിലുള്ള പല സർക്യൂട്ടുകളാണ്. അപ്പോൾ സർക്യൂട്ടും അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എങ്ങനെയാണെന്നുള്ളത് മാത്രമേ പഠിക്കുകയുള്ളൂ. സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം.